SC/ST വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ സംവിധാനം ചെയ്യാൻ പരിശീലനം നൽകണമെന്ന പരാമർശത്തിൽ ഉറച്ച വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും പറഞ്ഞത് അവരുടെ നല്ലതിനു വേണ്ടിയാണെന്നും അടൂർ പറഞ്ഞു. തനിക്കെതിരായ പ്രതിഷേധം അറിവുകേടുകൊണ്ടാണെന്നും പ്രതിഷേധിച്ചവർക്ക് സിനിമയുമായി ഒരു ബന്ധമില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. വിവാദ പരാമർശത്തിൽ അടൂരിനെതിരെ സാമൂഹിക പ്രവർത്തകൻ ദിനു വെയിൽ പോലീസിൽ പരാതി നൽകി. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ നിന്ന് പണം വാങ്ങി പണം എടുത്തവർക്ക് എല്ലാം കംപ്ലൈൻ്റാണ്. അവർക്ക് അവർ വിചാരിച്ചിരിക്കുന്നത് ഈ പണം അവരിങ്ങനെ എടുത്ത് ദിവസം തരും കൊടുത്തു നമുക്ക് ഇവിടെ കൊണ്ടുപോയി പണം എടുക്കാമെന്ന്. അങ്ങനെയല്ല, അത് പറഞ്ഞ് മനസ്സിലാക്കണം അവരെ. ഇത് പബ്ലിക് ഫണ്ടാണ്, ജനങ്ങളുടെ നിന്ന് കരം പിടിച്ച പണമാണ് ഇത്തിരി ചിലവാക്കുന്നത്. മറ്റ് ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ വേണ്ടി ചിലവാക്കാനുണ്ട്. ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകൾ നിർബന്ധമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ഈ 1.5 കോടി കുറച്ചിട്ട് 50 ലക്ഷം ആക്കി 3 പേർക്ക് കൊടുക്കുക. സൂപ്പർ സ്റ്റാറിനെ വെച്ച് പണം കൊടുക്കാനുള്ള പണമല്ല നമ്മൾ ഗവൺമെൻറ് കൊടുക്കേണ്ടത്, ഒരിക്കലും ഗവൺമെൻറ് ചുമതലയല്ലത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത്. ഒരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് മാത്രം സിനിമ പഠിപ്പിക്കാൻ പണം കൊടുക്കരുത്. ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം. സിനിമാ കോൺക്ലേവ് വേദിയിൽ നടത്തിയ ഈ പരാമർശമാണ് വിവാദമായി കത്തുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ഒന്നടങ്കം അധിക്ഷേപിച്ചെന്നാണ് ദിനുവയിൽ നൽകിയ പരാതി. SC/ST പീഡന നിയമം അനുസരിച്ച് 3/1U 3/1R പൊതുവേദിയിൽ അവഹേളിക്കൽ, ഒപ്പം പൊതുവേദിയിൽ വെറുപ്പ് ഉളവാക്കുന്ന തരത്തിൽ പ്രസംഗിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്താൻ കഴിയുമെന്നാണ് പരാതി. സിനിമാ കോൺക്ലേവ് വേദിയിൽ വെച്ച് തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച വിഷയത്തിൽ മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകി. അതേസമയം താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഇന്നും അടൂർ ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. നന്മ മുന്നിൽ കണ്ട് മാത്രമാണ് ആ പരാമർശം നടത്തിയതെന്നും അദ്ദേഹം പറയുന്നു. അവർ പഠിച്ച് ഈ രംഗത്ത് തുടർന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരും അവർ ഈ രംഗത്ത് തുടർന്ന് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എന്റെയും ലക്ഷ്യമാണ്, അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.